നമസ്കാരം. തനിക്കെതിരെ എത്തിയ ലൈംഗിക ആരോപണം ഗൂഢാലോചനയെന്ന് ഉന്നയിച്ച് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയിരിക്കുകയാണ് നടൻ നിവിൻ പോളി. സിനിമയിൽ ഉള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് വ്യക്തമാക്കിയാണ് നിവിൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തി പരാതി നൽകിയത്. തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നും താൻ നിരപരാധിയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സെപ്റ്റംബർ 3-നാണ് നിവിൻ പോളിക്കെതിരെ പീഡന ആരോപണം എത്തിയത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് വന്നത്. എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ തനിക്കെതിരെ എത്തിയ പരാതി വ്യാജമാണെന്നും സത്യം തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നിവിൻ പ്രസ് മീറ്റിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം ഡിസംബർ 14-ന് നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗിൽ ആയിരുന്നുവെന്ന് വ്യക്തമാക്കി ചിത്രത്തിന്റെ സംവിധായകനായ വിനീത് ശ്രീനിവാസനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഡിസംബർ 14-ന് ഷൂട്ടിംഗ് നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവച്ച് നടൻ ഭഗത് മാനുവലും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യൻ ഇതേ ദിവസം നിവിൻ പോളി കൊച്ചിയിലെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയും പിറ്റേ ദിവസം ചെക്ക്ഔട്ട് ചെയ്തതിന്റെ രേഖകളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പീഡനം നടന്ന തീയതി താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചയിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി മൊഴി നൽകിയത്. പരാതി രാജ്യത്തിന് പുറത്തായതിനാൽ തെളിവ് ശേഖരണത്തിനും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാനും മറ്റുമായി പോലീസ് ഒരു സംഘത്തെ ദുബായിലേക്ക് അയക്കുന്നുണ്ട്. 2023 ഡിസംബർ 14-15 തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചയിലാണെന്നും പോലീസ് സത്യം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നും മൊഴിയെടുപ്പിന് ശേഷം യുവതി പ്രതികരിച്ചു. അന്വേഷണ സംഘം തന്റെ വരുമാന വിവരങ്ങൾ തിരക്കാനാണ് വിളിച്ചതെന്നും കേസ് അട്ടിമറിക്കുന്നുവെന്ന സംശയം ഉണ്ടെന്നും യുവതി ആരോപിച്ചിട്ടുണ്ടായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.